അല്ല, ഞാന് ശ്രീ നസൂറിന്റെ പ്രസംഗം മിനിയാന്ന് കേൾക്കുകയും അതെ. അന്നത്തെയും ഇന്നലത്തെയും ചില ചാനൽ ചർച്ചകളിൽ ആ പ്രശ്നം എടുത്തുയർത്തുകയും ചെയ്തതാണ്. ഉം, അങ്ങ് വീണ്ടും കേൾപ്പിച്ചത് നന്ദി. ഉം, അത് കോൺഗ്രസിനകത്തുള്ള ഒരാളിന്റെ അതിന്റെ നരേഷനാണ്. ഉം, അതിനകത്ത് ഇപ്പൊ കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയാവൂ എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിനകത്ത് പോഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ശബ്ദങ്ങളിൽ ഒന്നാണ്. പക്ഷേ അത് സാക്ഷ്യപ്പെടുത്തുന്നത് ആ ഒറ്റ ഉദാഹരണം കൊണ്ട് മാത്രമല്ല. നേരെ മറിച്ച് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് BJP-യിലേക്ക് പോയ ആളുകൾ അത്തരം കാര്യങ്ങൾ ചർച്ച നടക്കുന്നത് കൊണ്ട് എന്തിനാണ് കോൺഗ്രസിൽ നിൽക്കുന്നത്? എന്തായാലും കോൺഗ്രസും BJP-യും തമ്മിൽ ധാരണയാണ് പല കാര്യങ്ങളിലും. അത് പലതരത്തിലാണ്. ഒന്ന്, പ്രത്യയശാസ്ത്രപരമായി അവർക്ക് തർക്കമില്ല. ഇപ്പോ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇന്ത്യയിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന തരത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു, ഭരണത്തിൽ ഇരിക്കുന്നവരെ പ്രതിപക്ഷത്ത് തന്നെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു അധികാര തർക്കത്തിനപ്പുറത്ത് പ്രത്യയശാസ്ത്രപരമായി ഇരുവരും തമ്മിൽ ഒരു വ്യത്യാസമോ തർക്കവും ഇല്ല. മൃദു ഹിന്ദുത്വമാണോ തീവ്ര ഹിന്ദുത്വമാണോ എന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇനി സാമ്പത്തിക നയത്തിലാണെങ്കിൽ BJP-യും കോൺഗ്രസും തമ്മിൽ ഒരു തർക്കവും ഇല്ല. അത്തരം സാമ്പത്തിക നിയമങ്ങൾ വരുമ്പോൾ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന തരത്തിൽ അതിനെ പ്രത്യയശാസ്ത്രപരമായി സമീപിക്കാനുള്ള ശേഷിക്കുറവ് കോൺഗ്രസ് പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളത് ഇരുവരുടെയും നയമാണ്. BJP പറയുന്നത്, ഞങ്ങൾ ബിസിനസ് നടത്താനല്ല അധികാരത്തിൽ ഇരിക്കുന്നത്, അത് സ്വകാര്യ മേഖലയുടെ ജോലിയാണ് എന്ന് പറഞ്ഞ് പതിറ്റാണ്ടുകളായി നമ്മൾ പടുത്തുയർത്തിയ എല്ലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് തീറെഴുന്ന കാര്യത്തിൽ കോൺഗ്രസിന് തർക്കമില്ല, BJP-ക്കും തർക്കമില്ല. അപ്പൊ പിന്നെ എവിടെയാണ് ഈ പ്രത്യയശാസ്ത്രപരമായ തർക്കം എന്ന് ചോദിച്ചാൽ അത് തമ്മിലുള്ള വിടവുകൾ തുലവും കുറവാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഇടതുപക്ഷവുമായിട്ട് BJP-ക്കുള്ള തർക്കം പ്രത്യയശാസ്ത്രത്തിന്റെ തർക്കമാണ്. എവിടെ ഫാസിസം, അത് നമ്മൾ നോക്കൂ. റഷ്യയിലായാലും ജർമ്മനിയിലായാലും ഇറ്റലിയിലായാലും അവിടെ എല്ലാം ഉയർന്നു വന്നിട്ടുള്ള ഫാസിസത്തിനെതിരായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രക്തം സംഭാവന ചെയ്ത, ജീവൻ ബലി കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റുകാർ. സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഹിറ്റ്ലറുടെ യുദ്ധത്തിൽ 2 കോടിയിലധികം കമ്മ്യൂണിസ്റ്റുകാരെ ബലി കഴിക്കേണ്ടി വന്നു എന്നാണ് നമ്മൾ ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് ഫാസിസത്തിന്റെ വരവിനെ കമ്മ്യൂണിസ്റ്റുകാർ തടഞ്ഞിട്ടുള്ളത്. അത് കേവലമായ റഷ്യയുടെ ഒരു അധികാരത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവവായുവാണ് ഫാസിസത്തിനെതിരെ എതിർക്കുക എന്നുള്ളത്. ഇന്ത്യ രാജ്യത്ത് നോക്കൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായി, സാമ്രാജ്യത്വത്തിനെതിരായി സമരം നടത്തുന്നതോടൊപ്പം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് വർഗീയതയ്ക്കെതിരായിട്ടും ശക്തമായ നിലപാട് CPIM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞ കാര്യമാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ആ തർക്കം അവരുമായിട്ടില്ലായിരുന്നു. കാരണം കോൺഗ്രസ് അക്കാലത്തും രാഷ്ട്രീയം കൈകാര്യം ചെയ്തത് മൃദു ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. ഇനി വിശദീകരിച്ച് പറയാൻ സമയമില്ല. സ്വതന്ത്ര ഇന്ത്യയിലേക്ക് വന്നാൽ ബാബറി മസ്ജിദിന്റെ പ്രശ്നം, അത് തകർക്കാൻ പാടില്ല എന്ന് CPIM-ന്റെ ജനറൽ സെക്രട്ടറി സുർജിത്ത് ദേശീയ ഉദ്ഗ്രഥന കൗൺസിൽ പ്രമേയം കൊണ്ടുവന്നത്, നമ്മൾ ഈ 370-ാം വകുപ്പ് എടുത്ത് കളയാൻ പാടില്ല എന്ന് എടുത്ത് കളയണമെന്ന് വാശി പിടിക്കുന്നവർ, പക്ഷേ UP ഗവൺമെന്റിന്റെ കാര്യത്തിൽ ആ വകുപ്പ് മാറ്റിവെച്ചുകൊണ്ട് അവരെ പിരിച്ചുവിടേണ്ടി വന്നാൽ പിരിച്ചുവിടണമെന്ന് പറയുക, അത് കേൾക്കാതിരിക്കുക, ബാബറി മസ്ജിദിന് പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കുക, അതിനുശേഷം അവിടെ നിന്ന് ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുക, കോൺഗ്രസ് ആരംഭിക്കുക, രാമരാജ്യം പറയുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ തർക്കമില്ല. ഇനി അവസാനം രാമജന്മഭൂമി ക്ഷേത്രം പണിഞ്ഞപ്പോൾ അതിന് ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു, അപ്പൊ കോൺഗ്രസ് തർക്കിക്കുന്നില്ല. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ക്ഷണിച്ചപ്പോഴാണ് അത് രാഷ്ട്രീയ തർക്കമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് കോൺഗ്രസ് അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ളപ്പോഴാണ് കേരളത്തിലെ അപക്വമായ രാഷ്ട്രീയ നേതൃത്വം. എനിക്ക് VD സതീശൻ പറഞ്ഞാൽ മനസ്സിലാവും, KC വേണുഗോപാൽ പറഞ്ഞാൽ മനസ്സിലാവും. കാരണം അവർ കേരളത്തിൽ എങ്ങനെയും അധികാരത്തിൽ വരാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിലെ നേതാവായ സാക്ഷാൽ രാഹുൽ ഗാന്ധി ഇത്രയും അപക്വമായ ഒരു പ്രസ്താവന തിരുവനന്തപുരത്ത് നിന്ന് നടത്താവോ? BJP-യും CPM-ഉം തമ്മിൽ CJP, അദ്ദേഹം ഉദ്ദേശിച്ചത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നല്ല, അതിന് ചേരുന്നത് CJP തന്നെയാണ്. അതിലെനിക്ക് തർക്കമില്ല. അത് കോൺഗ്രസ് ജനതാ പാർട്ടിയാണ്, അത് CPM ജനതാ പാർട്ടി അല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അല്ല, കോൺഗ്രസ് ജനതാ പാർട്ടിയാണ്. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഇത്രയും നിലവാരം കുറഞ്ഞു.
ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കൂ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ അവർ അവരുടെ ഘടകകക്ഷികളെ അധികാരത്തിൽ ഇരിക്കാൻ സമ്മതിക്കുമോ? തമിഴ്നാട്ടിൽ തുലവും കുറവായതുകൊണ്ടാണ് അവർ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത്. കുറച്ച് ശേഷി ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റാലിനെ താഴെ ഇറക്കി നരേന്ദ്രമോദിയുടെ പാർട്ടിയെ കൊണ്ടുവരാൻ അവർ പരിശ്രമിച്ചിരിയായിരുന്നു. ആം ആദ്മി പാർട്ടി, നമുക്ക് അദ്ദേഹവുമായിട്ട് രാഷ്ട്രീയ തർക്കമൊക്കെ ഉണ്ട്, ആദ്മി പാർട്ടിയുമായിട്ട്. പക്ഷേ ഇന്ത്യയിലെ നന്മമരങ്ങളിൽ ഒന്നാണ് അദ്ദേഹം. ആ ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ പരാജയപ്പെടുത്തി BJP കൊണ്ടുവരുന്നതിൽ രാഹുൽ ഗാന്ധി വഹിച്ച പങ്ക് ചില്ലറയാണോ? ഇതെല്ലാം നോക്കുമ്പോൾ ഒരു ഡീല് തിരിച്ചങ്ങോട്ട് വെച്ചാലോ? അദ്ദേഹത്തിന്റെ അളിയന് വേണ്ടിയാണ് ഈ കളിക്കുന്നതെന്ന് പറഞ്ഞാലോ? അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ജീവിത പങ്കാളിയാണ് റോബർട്ട് വദ്ര. BJPക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുത്തിട്ടുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമാണ് റോബർട്ട് വദ്ര. 176 കോടിയാണ് കൊടുത്തത്. ആ റോബർട്ട് വദ്രയെ കേസിൽപ്പെടുത്താതിരിക്കാനാണ് രാഹുൽ ഗാന്ധി കളിയെല്ലാം കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെന്ത് മറുപടി പറയും? അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേരാത്ത ഒന്നാണ് BJP ആയിട്ടുള്ള ഡീൽ. അതുകൊണ്ട് ഇന്ന് നോക്കൂ, ഇപ്പൊ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരായിട്ട് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോ ഒരു കമന്റ്സ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി BJPയുടെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത്, അവരുടെ ഒരു പത്രക്കുറിപ്പിനകത്ത്, അവരുടെ കമ്മ്യൂണിക്കകത്ത് BJPയുടെ ചിഹ്നം കയറി വരികയാണ്. അതിനെതിരായിട്ട് എന്ത് നിലപാടാണ് കോൺഗ്രസ് നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? വടക്കേ ഇന്ത്യയിൽ ഗുരുതരമായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ കോൺഗ്രസ് അതിന്റെ മുമ്പിൽ പോകാത്തത് എന്താ? ഹിന്ദു ധ്രുവീകരണത്തിന്റെ പേടിച്ചിട്ടാണ് പോകാത്തത്. ഇതാണ് അവരുടെ സമീപനം. അപ്പോ നമ്മൾ കേരളത്തിലെ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അവർക്കറിയാം ഇത്.